എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവിടിലേക്ക് സ്വാഗതം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, യൂണിവേഴ്സിറ്റികളുടെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോയൊരു സാഹചര്യമുണ്ടായി. തോറ്റ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇനി നിങ്ങൾക്ക് പാസ്സാകാൻ എത്ര മാർക്ക് വേണം, ജയിക്കാനുള്ള എളുപ്പ വഴികളൊക്കെ പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് എളുപ്പ വഴികൾ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ എന്നാൽ ആ കാര്യം നിങ്ങൾ വലിയ തോതിൽ പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താണ് വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ല എന്നൊക്കെയല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് അത്രയും വലിയ എളുപ്പ വഴികളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാലും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് കണ്ണൂരും കേരളയും കാലിക്കറ്റ് യും. ഇതിൽ കണ്ണൂർ, കേരള, യൂണിവേഴ്സിറ്റികൾ തങ്ങളുടെ FIUGP പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഇനി പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത്. സാധാരണ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെയാണ് വരാറ്? ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞാൽ 3-4 മാസം അല്ലെങ്കിൽ 2-3 മാസത്തിന് ശേഷമാണ് റിസൾട്ട് വരാറ്. എന്നാൽ ഇപ്പോൾ FIUGP വന്ന പിന്നെ പരീക്ഷ കഴിഞ്ഞ ഏതാണ്ട് 10-ാം ദിവസത്തോളം ആകുമ്പോഴത്തേക്കും വിദ്യാർത്ഥികൾക്ക് റിസൾട്ടും ലഭ്യമാകുന്ന രീതിയിലാണ് ഉള്ളത്. തോറ്റുപോയ വിദ്യാർത്ഥികൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തോറ്റുപോയ വിദ്യാർത്ഥികൾ കാര്യമായ രീതിയിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്കിനി 1 വർഷം സപ്ലിമെൻ്ററി എക്സാമിനെ കാത്തിരിക്കേണ്ട. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്താനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. അപ്പോൾ ഈ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഗുണം എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഫെയിലായി പോയിട്ടുള്ള വിഷയങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാനും ആ വിഷയത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും. ഇപ്പോൾ സാധാരണ ഒരുപാട് വിദ്യാർത്ഥികൾ 6 വിഷയത്തിന് ജയിച്ച വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നിൽപ്പുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിന് വ്യക്തമായ മറുപടി ഇതുവരെയും സർക്കുലറിൽ പറഞ്ഞിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ പറഞ്ഞ 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, 1 വർഷത്തോളം ഡിലേ വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനും ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഈ തീരുമാനം 3 വർഷ വിദ്യാർത്ഥികൾക്കും വേണമെന്നാണ് ആ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. കാരണം പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകുകയല്ലേ, ഞങ്ങളെന്താ റോബോട്ടുകളാണോ, അവർക്കുള്ള ബുദ്ധിയും കഴിവും ഒക്കെ അല്ലേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ തീരുമാനം ഞങ്ങൾക്കും വേണമെന്നുള്ള ആവശ്യം 3 വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ഞങ്ങൾ 1 വർഷം കാത്തിരിക്കേണ്ടി വരുന്നു. അതായത് ഒരു സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ പിറ്റേ വർഷം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വരാൻ പോകുന്ന 5-ാം സെമ്മിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ 5-ാം സെമ്മിനൊപ്പം മാത്രമാണ് അവർക്ക് എഴുതാൻ സാധിക്കുക. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്ന് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. ഒരു കണക്കിന് ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് 45 ദിവസത്തിനകം ഇപ്പോൾ ഒരു വിഷയമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഡബിൾ, ഇപ്പം ഒരു വിഷയമൊക്കെയാണ് നിങ്ങൾക്ക് പോയെങ്കിൽ അത് നിങ്ങൾക്കൊരു സുവർണ്ണ അവസരം തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ സ്കോർ ചെയ്യാൻ നല്ല അവസരമാണ്. കാരണം ആ ഒരു വിഷയം മാത്രം നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇനി ജയിക്കാൻ എത്ര മാർക്ക് വേണം, പാസ്സാകാൻ എത്ര മാർക്ക് വേണമെന്നാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. പാസ്സാകാൻ നിങ്ങൾക്ക് മിനിമം മാർക്കിൻ്റെ 30% നിങ്ങൾക്ക്, മിനിമം മാർക്കിൻ്റെ 35% 30-35% നിങ്ങൾക്ക് വേണ്ടത്. മിനിമം മാർക്കിൻ്റെ 30% നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത്. അതിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മാർക്ക് എത്രയാണോ അതിൻ്റെ 30%. ഇപ്പം നമുക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അറിയാം 70 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്കും, അതേസമയം 50 മാർക്കിൻ, ഇപ്പോൾ കണ്ണൂർ ഒന്നുകൂടെ എഴുതി കാണിക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മേജർ ആൻഡ് മൈനർ പേപ്പറുകൾ 70 മാർക്കിനാണ്. ഇതിലൊരു വിദ്യാർത്ഥിക്ക് 24 മാർക്ക് വേണം. 50 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് 15 മാർക്കാണ് വേണ്ടത്. അതായത് 70 മാർക്കിൻ്റെ മേജർ പേപ്പറിൽ 24, 50 മാർക്കിൻ്റെ MDC പേപ്പറിൽ 15. അതേസമയം AEC പേപ്പർ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അത് 35-ലാണ്. അതിൽ ഒരു വിദ്യാർത്ഥിക്ക് 11 മാർക്കും. ഈ ഒരു രീതിയിലാണ് വിദ്യാർത്ഥി എഴുതുന്നത്. 70 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക്, 21 കേട്ടോ, ഇത് 21.
അത് 70 മാർക്കിൻ്റെ എക്സാമിൽ 21 മാർക്കും 50 മാർക്കിൻ്റെ എക്സാമിൽ 15 35 മാർക്കിൻ്റെ എക്സാമിൽ 11. അതായത് 70 മാർക്കിൻ്റെ എക്സാമിൽ 21 50 മാർക്കിൻ്റെ എക്സാമിൽ 15 35 മാർക്കിൻ്റെ എക്സാമിൽ 11 മാർക്കും. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എടുക്കേണ്ടത്. മറ്റ് യൂണിവേഴ്സിറ്റികളുടെ മാർക്ക് എത്രയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ പേപ്പർ എത്ര മാർക്കിനാണോ, ഇപ്പം ഉദാഹരണം 100 മാർക്കിൻ്റെ പേപ്പർ ഇല്ല, എന്നാലൊരു ഉദാഹരണം എടുക്കണം. 100 മാർക്കിൻ്റെ പേപ്പറിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ 30% ഏതാണ്ട് എത്രയാണ്, 100ൽ 30 മാർക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. 100ൽ 30 മാർക്കാണ്. ഇപ്പം 100ൽ 100 മാർക്കാണ് എക്സാമിൽ, അതിൽ 30 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. അങ്ങനെ 30%മാണ് നിങ്ങളുടെ പാസ് മാർക്ക്. അതായത് നിങ്ങളുടെ പരീക്ഷാ പേപ്പർ, നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ എത്ര മാർക്കാണോ നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്, നിങ്ങളുടെ റിട്ടേൺ എക്സാമിൽ എത്ര മാർക്കിൻ്റെ ആണോ നിങ്ങളുടെ പേപ്പറുകൾ, അതിൻ്റെ 30% 30% ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്, പാസ്സാകാൻ വേണ്ടത്. ജയിക്കാനുള്ള എളുപ്പവഴി ഉണ്ടോ എന്ന് അത് ഒരു കുറച്ചധികം വിദ്യാർത്ഥികൾ ചോദിച്ചു വരുവാണ്. ജയിക്കാനുള്ള എളുപ്പവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അതിനുള്ള കൃത്യമായിട്ടൊരു മറുപടി ഒന്നുമില്ല. കാരണം അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരു വിദ്യാർത്ഥി എനിക്ക് കമൻ്റ് ഇട്ടാണ്, സാർ തുണ്ട് വെക്കുന്നത് കൊണ്ട് ജയിക്കത്തില്ലെന്ന്. തുണ്ട് വെക്കുന്നതോ വെക്കാതിരിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും ഞാൻ തുണ്ട് വെക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ കോപ്പി അടിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഈ കോപ്പി അടി പിടിച്ചു കഴിഞ്ഞാൽ, ആ വിവരം യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി എന്തൊക്കെ പ്രശ്നം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഡീറ്റെയിൽഡായി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഒരു വിദ്യാർത്ഥി മിനിമം 1 ഇയർ വരെ, മിനിമം 1 ഇയർ 2, പണ്ടൊക്കെ 3 വർഷം മുതൽ 5 വർഷം വരെ ആയിരുന്നു ഡിബാർ. ഇപ്പോൾ ആ പ്രവണതയുണ്ട്, പക്ഷേ അത് അധികം കാണാറില്ല. 3 വർഷം ടു 5 വർഷം വരെ ഡിബാർ ചെയ്യുന്നത് സാധാരണ കാണാറില്ല. 1 വർഷമൊക്കെയാണ് ഡിബാർ. ഈ ഫസ്റ്റ് സെമ്മിൽ കോപ്പിയടി പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് സെമ്മിൽ മാത്രമാണ് എഴുതാൻ സമ്മതിക്കാറ്, അടുത്ത ഫസ്റ്റ് ഇയേഴ്സിനൊപ്പം അങ്ങനെയാണ് എഴുതാൻ സമ്മതിക്കാറ്. അതായത് പിന്നെ പരീക്ഷ റദ്ദാക്കുന്നത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പരീക്ഷയാണോ നിങ്ങളുടെ കോപ്പിയടി പിടിച്ചത് ആ പരീക്ഷ മാത്രം എന്ത് ചെയ്യും, റദ്ദാക്കാനാണ് പതിവ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, ഒരു പേപ്പറിൽ നിങ്ങൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രവണതയിൽ 5 റദ്ദാക്കുമായിരുന്നു, 6 റദ്ദാക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ആ ഒരു പേപ്പർ മാത്രമേ റദ്ദാക്കുള്ളൂ. പക്ഷേ എന്നാൽ പോലും നിങ്ങളത് ചെയ്യാതിരിക്കുന്നതിനാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും കോപ്പി അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല. കോപ്പിയടി പിടിച്ചാൽ, ഒരു അധ്യാപകൻ നിങ്ങളുടെ കോപ്പിയടി പിടിച്ചാൽ ആ വിവരം യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു വിദ്യാർത്ഥി അനുഭവിക്കേണ്ടി വരിക എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു 6-7 മിനിറ്റ് ഉണ്ട്, കണ്ടു നോക്കുക താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് ക്രിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.